ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാടത്തതാ കൊയ്ത്ത് മെഷീനൊക്കെ അവിടെ നിൽക്കും. അപ്പോൾ പാടമൊക്കെ ഒരുവിധം കൊയ്ത് കഴിഞ്ഞു. പിന്നെ ഇതാ ഈ ഒരു സൈഡിലായിട്ട് നല്ല അടിപൊളിയായിട്ട് പഞ്ച വളഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇതാ ചക്കരയൊക്കെ കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഒരു പാടത്ത് ഇറങ്ങിയിട്ട് അപ്പോൾ അവിടെ രണ്ടാൾ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ കൊയ്ത്ത് മെഷീൻ അവിടെ നെല്ലും കൊണ്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് നമ്മളെന്താണെങ്കിലും മീനിലോട്ട് പാടത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ നോക്കിയേ ഇത്രയും മാനമൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ പാലക്കാട്ടിലെ ഇതൊരു സ്പെഷ്യലാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ ടൈമിലായിരിക്കും ശരിക്കും കൊയ്യുക. ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല, ഇത്തിരി വൈകിയിരിക്കണം കൊയ്ത്തൊക്കെ കഴിയാൻ, കൊയ്ത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോഴാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളൊക്കെ നോക്കിയിട്ട് വേണം നടക്കാൻ. ഇവന്മാർ രണ്ടാളും കൂടി നോക്കിയേ ഇവിടെ ബാക്കി ഇറങ്ങിയിട്ട് മീനില്ലാത്ത പാടത്ത് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിൽ അടിപൊളിയായിരുന്നു വൈബ്. നമ്മളപ്പോൾ തന്നെ നോക്കി ഇപ്പോൾ മീൻപിടുത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കാം. അപ്പോൾ ടൈം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. കാരണം ആ പാടത്തൊന്നും മീനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ തന്നെ നമുക്ക് മീൻപിടുത്തത്തിലോട്ട് ഇറക്കാം. കൊയ്ത്ത് മെഷീനൊക്കെ വന്നോട് കൊയ്തുകൊണ്ടിരിക്കുക. നമ്മളപ്പോൾ ചക്കരലത്ര ശങ്കീരൻ എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ കൊയ്ത്ത് മെഷീൻ അടുത്തെത്തി. ഗൈസ്, അപ്പം നമ്മളും അങ്ങനെ മീൻ പിടിക്കാൻ ഇറങ്ങാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ചക്കരയും അഭിയാട്ടിനും കൂടി തപ്പിയിട്ട് നടക്കുന്നുണ്ട്. അപ്പം നമ്മളും ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾക്ക് ക്യാമറയൊക്കെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ്. ചളിയൊക്കെ ആയി പറഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അപ്പോൾ അതൊന്നും രക്ഷ നടാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതോ. അപ്പോൾ കാഴ്ച അപ്പം നമ്മൾ പാടത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ നമ്മൾ ഇവിടെ ഒരെണ്ണം പോയിന്ന് നിൽക്കിട്ടാ എവിടെയുണ്ട്. ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഇത് എത്രയുള്ളതാണ്? അല്ലെന്നേ ഇവിടുന്ന് പോയി. അതാ ഇവിടേക്കിപ്പോൾ പോയാ ഇതാ അപ്പോൾ അടുത്തേക്ക് പോയിക്കൊണ്ട്. അപ്പോൾ കക്ക ഇറച്ചി ഇത്രയും കിട്ടിയിട്ടുണ്ട്. കക്ക അതിൻ്റെ ഒരു ചെറിയൊരു ഇതിൽ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. നോക്കിയാൽ കൊച്ചിയൊക്കെ പറന്ന് പോകണം. നോക്കിയാൽ നല്ല രസമുണ്ട്. ഈ പാടത്ത് ഇങ്ങനെ മീൻ പിടിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു ഫീൽ ഈ ടൈമിലേ കിട്ടുള്ളൂ. നമുക്ക് ചെറുതായിട്ട് വെള്ളമൊക്കെ ആയി അപ്പോഴേ കിട്ടുള്ളൂ ആ ഫീല്. അപ്പോൾ നമ്മളുടെ ഈ പാടമാണ് ശരിക്കും ഫുള്ള് ഇതായിരിക്കുന്നത്. നമ്മൾ ഇവിടെയാണ് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഫുള്ള് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ബൈക്കിൻ്റെ ചാവിയൊക്കെ എടുത്ത് വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വയ്ക്കാൻ പറഞ്ഞിട്ട് ഫുൾ സേഫ്റ്റി. അപ്പോൾ നമ്മൾ ചാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ ബുള്ളറ്റും രണ്ടാളിവിടെ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളും കൂടെ ഇറങ്ങാതെ പറഞ്ഞിട്ടാണ്. ഇറങ്ങാനാ ആണോ? ഗൈസ്, ഇവിടേക്കാണ് മീൻ ഇങ്ങനെ വരിക. നോക്കാം. Bırak
വല കിട്ടു രാവിലെ. ആ ചെറുത് ഗൈസ്. അപ്പം നമ്മൾ മീൻ ഇങ്ങനെ ഇതാ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരുവിധമായി നമ്മളിവിടേക്ക് എത്തി. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മീൻ ഉണ്ടായിരുന്നത്. ഇതിലാണ് ചൂണ്ടയിട്ട് ഞങ്ങൾ മീനൊക്കെ പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മീനൊക്കെ ഇവിടെ കയറിയിട്ടുണ്ട്. എന്താണെങ്കിലും നമ്മൾ ചാക്ക എടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ഞൗഞ്ഞിയൊക്കെ കിട്ടും പറഞ്ഞിട്ടേ. guys, ഞൗഞ്ഞി. എന്താണ് ഗൈസ്, ഗൈസ് അപ്പോൾ ഇവിടേക്കാണ് എന്താണെങ്കിലും മെയിനായിട്ട് മീൻ കൂടുതലുണ്ടാവുന്നത് ഈ ഒരു ഭാഗത്താണ്. കാരണം ഗൈസ് ഇവിടേക്ക് എന്താണെങ്കിലും മീൻ ഉണ്ടാവും ഒരുവിധം. കാരണം ഒരു ആഴവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇവിടെ കൊയ്താലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താ അവസ്ഥ എന്നൊക്കെ. ഈ ഒരു ചെറിയൊരു പോർഷനും കൂടി ഉണ്ട്, ഇതും കൂടി കൊയ്യണം. ഞൗഞ്ഞിയൊക്കെ കിട്ടുന്നത് നമ്മളെടുത്തിടുക. അപ്പോൾ തൽക്കാലത്തിന് വലിയ ചൊടിയനും പിന്നെ വലിയ മീനുകളൊക്കെ ഇവിടെ ഉള്ളതാണ് കൂടുതലായിട്ട്. അങ്ങോട്ട് പോകണ്ടോ? അവിടെ അന്ന് കുപ്പി പൊട്ടിച്ചിട്ടല്ലേ.
ഗായ്സ് അപ്പോൾ നമ്മുടെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിങ്ങനെ കിടക്കുകയാണ് വയ്യ. അപ്പോൾ നമ്മൾ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞു വന്ന് കുളിച്ചു ഒറ്റ കിടത്തം. അയ്യോ സമയം ഇപ്പോൾ ഒരു 5 മണിയായിരുന്നു. കാരണം ഞങ്ങളൊരു 2 മണി വരെ മീൻ പിടിച്ചും കൊണ്ട് നേരെ വന്ന് വീട്ടിൽ വന്ന് ഞാൻ കുളിച്ചും കൊണ്ടൊന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് കിടത്ത്. പിന്നെ ഒരു 3:30-3:45 ഞങ്ങൾ പിന്നെയും തിരിച്ചു പോയത് പാടത്തേക്കാണ്. പക്ഷേ അവിടെ പോയി ഞങ്ങൾ പ്രതീക്ഷിച്ചത് മീനൊക്കെ കിട്ടും, നല്ലൊരു ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം കുറച്ച് എന്തൊക്കെയോ മീനും കിട്ടി. എനിക്ക് പിന്നെ കുറച്ച് ഞൗഞ്ഞ് കിട്ടിയതാണ്. പിന്നെ ഒന്നും കിട്ടിയില്ല, കക്ക അല്ലാണ്ട് വേറെ ഒന്നുമില്ല അവിടെ. പക്ഷെ ഉണ്ടായിരുന്നു, കാരണം വലിയ പിലോപ്പി വരെ അപ്പുറത്തെ കുളത്തിൽ കുളത്തിൽ നിന്ന് ചാടി വന്നിട്ട് ഞങ്ങൾ ചൂണ്ടലായിട്ട് പിടിച്ചതാണ്. ഇന്നലെ അടക്കം പിടിച്ചതാണ്. പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല. അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ അവിടെ മീൻ എന്താണെങ്കിലും കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഗായ്സ് അഭയായിട്ടും കല്യാണം കഴിഞ്ഞിട്ട് ഇത് ആദ്യമായിട്ടാണ് പുറത്തിറങ്ങുന്നത് ഗായ്സ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഒറ്റയിറച്ചി കറി വയ്ക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സോറി ഞൗഞ്ഞി മീൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ കറക്കയിറച്ചി കറി വെച്ചിട്ടുണ്ട്. എന്താണ് ഓക്കെ, ഇവിടെ കാര്യമില്ല. ഇവിടെ ഇത് ചക്കര പെണ്ണാലോചിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ പെണ്ണുങ്ങളുണ്ട് പറഞ്ഞാൽ മാറി നടക്കേണ്ടതാണ്. ആണായാലും കുഴപ്പമില്ല, കൊണ്ടുവരാൻ അതിതാ കല്യാണം കഴിഞ്ഞില്ലേ മിണ്ടാണ്ടിരിക്കും. ഞാൻ പറയണില്ല. അന്നത്തെ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കും. എനിക്കും പലതും ഇവനെ നീ പറ. ഇവൻ വീഡിയോ കട്ട്